Hi everyone, my name is Harsha and welcome back. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടീനേജേഴ്സിന് വേണ്ടിയിട്ട് ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. വെഡിങ് ഗസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, പാർട്ടി മേക്കപ്പ് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം, ഒരു ഫംഗ്ഷൻ പോകുമ്പോൾ എങ്ങനത്തെ ഫംഗ്ഷൻ ആണെങ്കിലും നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്, സ്പെഷ്യലി ഫോർ ടീനേജേഴ്സ്. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോ കണ്ടു നോക്കാം. ആദ്യമേ തന്നെ ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാണ്. മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ എടുക്കുക. ഞാനിവിടെ ഗുഡ് വൈബ്സിൻ്റെ പപ്പായ ജെല്ലാണ് എടുത്തേക്കുന്നത്. എനിക്ക് പേഴ്സണലി എൻ്റെ ഫേസിൽ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസേഴ്സ് ആണ് കൂടുതലും സൂട്ട് ചെയ്യുന്നത്, ബിക്കോസ് എൻ്റെ സ്കിൻ ഓയിലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ജെൽ വെച്ചിട്ടാണ് എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ഗാർണിയറിൻ്റെ ഒരു BB ക്രീമാണ് എടുത്തേക്കുന്നത്. ടീനേജർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫുൾ കവറേജ് മേക്കപ്പ് ഒന്നും ഇട്ടാൽ ഒരുപാട് ഭംഗിയായിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാനിവിടെ BB ക്രീം വെച്ചിട്ടാണ് എൻ്റെ ബേസ് മേക്കപ്പ് ചെയ്യുന്നത്. BB ക്രീം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ടീനേജർ ആണല്ലോ, അപ്പോൾ ടീനേജേഴ്സിന് ഒരുപാട് മേക്കപ്പ് ഒക്കെ ഒരുപാട് മെച്യൂറായിട്ട് നമ്മൾ ആക്കണ്ട സ്കിൻ. അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ്സും ആ ഒരു ടീൻ ഏജ് നമ്മുടെ ഫേസിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ BB ക്രീം എടുത്തിന്നും ബേസ് മേക്കപ്പ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഒരു കൺസീലർ വെച്ചിട്ട് നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് കൺസീൽ ചെയ്യാം, കവറപ്പ് ചെയ്യാം. അണ്ടർ ഐസിലും വളരെ കുറച്ച് മാത്രം നമ്മൾ പ്രോഡക്റ്റ് എടുത്താൽ മതി കേട്ടോ. അപ്പം മേബിലിൻ്റെ കൺസീലറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു കൺസീലറാണ്. അപ്പം ചില ടീനേജേഴ്സിൽ ഡാർക്ക് സർക്കിൾസും അതുപോലെ തന്നെ പിമ്പിൾ മാർക്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ട് നമുക്ക് കൺസീലർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് നമുക്ക് നമ്മുടെ മേക്കപ്പ് എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് തന്നെ ഫ്ലോലെസ് ആയിട്ട് കിട്ടാനും ആൻഡ് എന്തെങ്കിലും നമ്മുടെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് നമ്മുടെ സ്കിന്നിൽ, അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനും നമുക്ക് കൺസീലർ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഐബ്രോസ് ആണ് ഫില്ല് ചെയ്തത്. ഗ്ലാം 21 ഐബ്രോ പാലറ്റ് വെച്ചിട്ട് അത് ഞാൻ ഓഫ് ക്യാമറ തന്നെ ചെയ്തു. ഇനി നമ്മൾ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബ്ലൂ ഹെവൻ്റെ ഒരു കാജൽ എടുത്തിട്ട് ചെറിയൊരു വിങ് വരയ്ക്കുകയാണ്. ആദ്യമേ വിങ് വരച്ചിട്ട് ഞാൻ അത് ഒരു നമ്മുടെ ഐബ്രോ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടായല്ലോ അത് വെച്ചിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാണ്. അതായത് നമ്മുടെ ഐലൈനർ പോലെ ഞാൻ യൂസ് ചെയ്യാണ്. നമുക്ക് എന്ത് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഉണ്ടോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐ മേക്കപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഗ്ലോസി വേണ്ടാത്തത് കൊണ്ടാണ് ഞാനൊരു മാറ്റ് ഫിനിഷുള്ള ഈ ഒരു ഐബ്രോ പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മുടെ മേളിൽ ഫില്ല് ചെയ്തത്. ഇനിയും നമ്മൾ വാട്ടർ ലൈനിലും കാജൽ വെച്ചിട്ട് നന്നായിട്ട് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഫേസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് കാനഡയുടെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പാട്ട് നിങ്ങൾക്ക് നേരത്തെയും ചെയ്യാം, പക്ഷെ ഞാൻ പിന്നീട് ചെയ്തതേ ഉള്ളൂ. ഐ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ജെന്റ്ലി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഒരുപാട് കോമ്പാക്റ്റ് ഇടുന്നില്ല. ആ ഒരു ഓയിലിനെസ് എന്താണോ എൻ്റെ ഫേസിൽ വന്നേക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട്, മാറ്റ് ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കോമ്പാക്റ്റ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി കോമ്പാക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു മസ്കാര അപ്ലൈ ചെയ്യണം. ടീനേജറാണ്, ഫേക്ക് ലാഷസ് ഒന്നും വയ്ക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. അപ്പം മസ്കാര വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ലാഷസ് ഫില്ലിൻ ചെയ്യാൻ പറ്റും. അപ്പം നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്യാം. ഇനിയും ഒരു ലിപ്സ്റ്റിക്, ലിക്വിഡ് ലിപ്സ്റ്റിക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഞാനിവിടെ ബ്ലഷ് അപ്ലൈ ചെയ്യുകയാണ്. ഇപ്പോൾ ടീനേജറാണ്, ഒരുപാട് മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ കയ്യിൽ ലിപ്സ്റ്റിക് ഉള്ളത്, ഏത് കളറിൻ്റെ ആയാലും ആ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബ്ലഷ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഒരു ഹൈലൈറ്റർ ഇടാം. നമുക്ക് ചീക്ക് ഏരിയയിലും നോസ് ഏരിയയിലും ക്യൂപ്പിഡ്സ് ബോയിലും കുറച്ച് ഫോർഹെഡിലും ഒക്കെ നമുക്ക് ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മേക്കപ്പ് നമുക്ക് നല്ല ഭംഗിയായിട്ട് തോന്നും. ആൻഡ് ലിപ്സ്റ്റിക്കും കൂടെ നമ്മൾ സെയിം ബ്ലഷ് ഇട്ട ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ലിപ്സും കൂടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഭയങ്കര സിമ്പിൾ സെറ്റിലായിട്ടുള്ള യെറ്റ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായി ആൻഡ് യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനിയും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് love yourself. Bye.